പുറത്തുനിന്ന് ആരൊക്കെ ഉണ്ടല്ലോ കാലിയൊക്കെ. എന്താടാ പെരുമാറി അവസ്ഥ? എങ്ങനെ പോണ്? കുഴപ്പമില്ല. മോളൊരു സാധനം ചേട്ടാ, മോളൊരു സാധനം ഉണ്ടല്ലോ. മോള് ദൈവമാണോ? വേഗം എടുക്ക്. ചേട്ടൻ കയറി എടുക്കൂലേ? ഞാൻ കയറി തന്നെ. അല്ല കഥ. ഞാൻ കയറടാ. ഏയ് വേണ്ട, നീയൊന്നും പിടിച്ചേ. മോള് മയ്യത്ത്. മോള് മയ്യത്താ. ആറ് ഭ്രാന്തനാണ്. വെറുതെ ആളെ മെനക്കെടുത്ത കുട്ടിക്കാ അതാണ് അബൂബക്കർ ഹാജിരെ പിണങ്ങിപ്പോയ കെട്ടിയോളും മോനും അല്ലേ? എന്താ കൂടും കുടുക്കെടുത്ത്? എന്തേലും ആട്ടെ, അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കൂടുന്നില്ലല്ലോ. എന്റെ കുട്ടിക്ക രണ്ട് ഭാര്യമാര് വിചാരിച്ചാ ഈ നാട് വരെ കത്തും. പിന്നെ ഞങ്ങളുടെ കച്ചവടം എന്താടാ? ഒരൊറ്റ കാക്കേനെ കാണാനില്ല ഇവിടെ. നേരാണല്ലോ. ഇതെന്തോ മറിവായം. ഇതൊക്കെ എങ്ങനെ പറ്റി? പെരുമാനിക്കല്ല മാറ്റണ്ട. പെരുമാനി മാറണമെങ്കിൽ ഒരാറ്റം പോകുമ്പോട്ട് രണ്ടാമത് ഒന്നുകൂടെ കെട്ടിയുണ്ടാക്കേണ്ടി വരും. ഇനി ഈ നാട്ടിലേക്ക് കാലെടുത്ത് കുത്തൂലെന്ന് ഉറപ്പിച്ചു പോയതാ. വനെ ഓർത്തിട്ടാ ഉമ്മ തുടങ്ങി. എടാ ഈ രണ്ടു ഉമ്മമാരാട്ടാ, രണ്ടിനെയും പട്ടിണിക്കിടാത്ത വല്ല ഇടപാട് നോക്കണം. എന്ത് ബന്ധത്തിലാടാ ഓൾ എന്റെ ഉമ്മയാവണത്? ശരി, ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണത് അന്തിയും തള്ളിയല്ലേ അല്ലടാ? ഡാബിയെ എന്നോട് വെറുതെ ചൊറിയാൻ വരണ്ട കേട്ടോ. വാപ്പാടെ കയ്യിലിരിപ്പിന് ഇന്റെ മെക്കെട്ട് കയറിട്ട് എന്താ കാര്യം? ഉമ്മ അവിടെ ചെന്നിട്ട് ഇളാമായിട്ട് അടി ഉണ്ടാക്കാൻ കരുതിട്ടാ. ഇന്റെ മൂക്കിട്ട് തോണ്ടാ വന്നാ ഞാൻ കിരിക്കിട്ട് തോണ്ടും പറഞ്ഞേക്കാം. പെരുമാനി തങ്ങളെ കാത്തോളനെ. അയ്യോടാ, രാത്രിത്തേക്കുള്ള മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ് അമ്മ. അല്ലെങ്കിൽ പാത്രത്തിന്റെ വക്ക് അടിച്ചു കൂട്ടേണ്ടി വരും. ഞാൻ പോയിട്ടേ പിന്നെ വരാം. എടാ നീ പോവില്ല, ഞാനും വരുന്നുണ്ട്. ഞാനേ ഒന്ന് ഇവന്റെ കൂടെ പോയി കറങ്ങിട്ട് വരാം. എന്തെങ്കിലും രണ്ടുപേരില്ലേ, എന്തേലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാം അല്ലേ അമ്മ? നിന്നോട് പറഞ്ഞു പോവല്ലേ? പെരുമാനിക്കാർക്ക് ഈ കഥ എത്ര പാടിയാലും മതിയാവൂല. നിന്റെ വാപ്പാക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. എന്നും രാത്രി ചോറ് തീറ്റയും കഴിഞ്ഞ് ആ കസേരടുത്തതാ ഇവിടെ ഇടും. എന്നിട്ട് മാനം നോക്കിയൊരു കിടപ്പാ. ഇതും കേട്ടോണ്ട് കുറെ കഴിഞ്ഞാ പിന്നെ നിങ്ങളെ കഥകളുടെ പറച്ചില് തുടങ്ങും. നിന്നെ വലിയ കാര്യം ഇരുന്നടാ. മരിക്കണതിന് മുമ്പ് എന്നെ കാണണമെന്ന് വലിയ ആശയായിരുന്നു. ഉമ്മക്ക് വിഷമമെന്ന് കരുതിയിട്ടാ ഞാൻ. പിന്നെ ഉമ്മ ചെയ്തത് ശരിയാടാ. എന്നെ കെട്ടിയാല് നിങ്ങളറിയാത്ത വേറെ കുറെ കാരണങ്ങളുണ്ട്. അബി, നീ വാപ്പാനോട്
ഒന്നും മനസ്സിൽ വെച്ചേക്കല്ലോ. അസ്സലാമലൈക്കും വാപ്പ. ആരാ ഈ സമയത്ത്? ഇയാളൊന്ന് ബസ്സിന്റെ മേലുണ്ടായിരുന്നു. ഇതെന്താ അവിടെ? ഞാനും ഇപ്പൊ ആദ്യമായിട്ടാ കാണുന്നത്. ബായ് ബായ്. വിളിക്കണ്ടാ, മേത്ത് കയറും. ഞങ്ങള് വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം. ആയത്തിലോട് ഗോവാലേട്ടർ കൊടുത്തേക്ക്. ഒപ്പര് വിളിയോട് വിളിയാ. പിന്നെ അവിടെ ഒരു ബായിയെ കിണറ് കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക. ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനക്കാകുമ്പോ ഇന്ത്യക്ക് അറിയാലോ. അവനെന്തോ ഒരു വശപശക്കുണ്ട്. ഈ ഒന്ന് നോട്ടം വെച്ച്. കാല് താഴ്ത്തിട്ടേക്കട പട്ടി. എന്റെ പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ബംഗാളിൽ എന്റെ കല്യാണം മുടക്കാനല്ലട വന്ന്. അതൊക്കെ മലയാളം എഴുതാൻ അറിയോ? ഈ അല്ലടാ നോട്ടീസ് ഒട്ടിച്ച നാസർക്ക, എല്ലാം തുറന്നു പറയുന്നതിന് ശേഷം എന്താ നാസർക്ക? ഒന്നും മനസ്സിലാത്ത പോലെ. ആരാ നോട്ടീസ് ഒട്ടിച്ച? നോട്ടീസ് ആയത്? എന്തിനാ അഭിനയോ? അഭിനയാ? എന്തിനാ സെൽഫി എടുത്ത? സെൽഫിയാ? ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്. അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ. പെരുമാനിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്. എന്തിനാ നോട്ടീസ് ബോർഡ്? അതെ, അടുപ്പത്ത് പാലിരിപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോ. ഫാത്തിമ, നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല. എന്തിനാ തുമ്മിയെ? തും ക്യൂ തുമ്മിയെ? കമീന.